എന്താണ് യഥാർത്ഥത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ആ വിവാദം എന്ന് നമുക്കൊന്ന് വളരെ വേഗം പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 അനുസരിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കാനും അവരുടെ സേവന വേതന വ്യവസ്ഥകളുമൊക്കെ പാർലമെന്റിന്റെ നിയമം മൂലമാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ നാളിതുവരെ 2023 മാർച്ച് മാസം വരെയും ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പ്രസിഡന്റ് നിയമിക്കും എന്നതിനുമപ്പുറത്തേക്ക് ഏതു സമിതിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നോ ഏത് സെർച്ച് കമ്മിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നോ ഉള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. 1991 ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷണർ സർവീസസ് ആക്ട് നിലവിൽ വരുമ്പോൾ പോലും നിയമനത്തെക്കുറിച്ച് ഒരു സെർച്ച് കമ്മിറ്റിയെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ ഏറ്റവും സീനിയറായ ഇലക്ഷൻ കമ്മീഷനിലെ ഒരംഗം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്നതായിരുന്നു ഒരു രീതി. 2023 മാർച്ച് മാസം 2-ാം തീയതി സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിൽ ഒരു ഇടക്കാല വിധി വരികയും പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നതുവരെ എങ്ങനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തീരുമാനിക്കാൻ സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അന്നത്തെ വിധിന്യായത്തിൽ പറയുന്നു. അന്നത്തെ വിധിന്യായം അനുസരിച്ച് പ്രസിഡന്റാണ് നിയമിക്കേണ്ടത്. ആർട്ടിക്കിൾ 324 അനുസരിച്ച് സുപ്രീം കോടതിയുടെ 2023 മാർച്ച് മാസത്തിലെ വിധി പ്രകാരം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന 3 പേർ. പ്രധാനമന്ത്രി ഭരണപക്ഷത്തിന് നിലപാട് പറയും, പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തും. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു ഡിസിഷൻ മേക്കറായി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ തീരുമാനിക്കും. ഇതെന്തിനെന്ന് കരുതിയാൽ അന്നത്തെ വിധിന്യായത്തിൽ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പുകളുടെ ഫെയർ ആൻഡ് ജസ്റ്റിസ് പുലർത്തണമെന്നുണ്ടെങ്കിൽ നീതിപൂർവവും സ്വതന്ത്രവുമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിഷ്പക്ഷത ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഇവർ 3 പേരും ചേർന്നിരിക്കണം എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി. അത് ഇടക്കാല വിധി എന്ന് പറയാനുള്ള കാരണം വിധി പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നത് വരെ മാത്രമാണ് നിലനിൽക്കുക. എന്നാൽ പാർലമെന്റ് എന്ത് ചെയ്തു? 2023 മാർച്ച് മാസത്തിൽ വിധി വരുന്നു. ഡിസംബർ മാസത്തോടുകൂടി രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണർ ആക്ട് 2023 എന്ന നിയമം ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ രാഷ്ട്രപതി 2023 ഡിസംബർ മാസം തന്നെ ഉത്തരവ് നൽകുകയും ചെയ്യുന്നു, അഥവാ അത് നിയമമായി മാറുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ തുടർന്ന് വീണ്ടും കോടതി കയറുന്നു. മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജയ താക്കൂർ കോടതിയിലേക്ക് പോവുകയും പിന്നീട് പ്രശാന്ത് ഭൂഷൺ കോടതിയിലേക്ക് കക്ഷി ചേരുകയും ചെയ്തു. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 2023 എന്ന നിയമത്തിന്റെ പ്രാബല്യം എന്ന നിയമത്തിന്റെ വാലിഡിറ്റി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നിയമപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും പകരം ആ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടൊരു പാനലാണ് സെർച്ച് കമ്മിറ്റിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റിയാണ് തങ്ങളുടെ മുന്നിൽ വരുന്ന 5 പേരിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർ അംഗങ്ങളെയും തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം ഇവിടെ 3 പേരും 3 വിഭാഗങ്ങളാണ്. ഒന്ന് പ്രധാനമന്ത്രി ഭരണപക്ഷം, പ്രതിപക്ഷ നേതാവ് ജുഡീഷ്യറി. എന്നാൽ ഇവിടെ ഇവർ 2 പേരും ഭരണപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ 2:1 എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവിടെ എപ്പോഴും ഡിസെൻഡിംഗ് വോട്ടായിട്ട് നിൽക്കും. അന്തിമ തീരുമാനമെടുക്കുക ഭരണപക്ഷമായിരിക്കും എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. എന്നാൽ സുപ്രീം കോടതി വിധി പിന്തുടരുന്നുവെങ്കിൽ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ വളരെ ഇംപാർഷ്യലായിട്ടുള്ളൊരു ബോഡിക്ക് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇവിടെ ഇംപാർഷ്യാലിറ്റി നഷ്ടപ്പെടുകയും ഭരണപക്ഷത്തു നിന്നുള്ള 2 പേർ ഒരുമിച്ചൊരു സമിതിയിൽ 3-അംഗ സമിതിയിൽ എത്തുന്നതോടുകൂടി ഭൂരിപക്ഷം സർക്കാരിന് കിട്ടുകയും ചെയ്യും. അങ്ങനെ വന്നാൽ സർക്കാരിന് താല്പര്യമുള്ളയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തീരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണെന്ന് തന്നെ പറഞ്ഞതുപോലെ ഇതിന്റെ ഉണ്ടാകാതിരിക്കുന്നതാണ് ഉള്ള ആശയത്തെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇതാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിധി. ഇതിൽ നാളെ സുപ്രീം കോടതി ഈ കേസിൽ വിധി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇടപെടുന്നുണ്ട്. നിരീക്ഷണം വളരെ പ്രസക്തവുമാണ് ഈ സാഹചര്യത്തിൽ.